നിങ്ങൾക്ക് പൈസയുടെ കുറച്ച് ആവശ്യം വന്നെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്തായിരിക്കും ആദ്യം ചെയ്യുന്നുണ്ടാവുക? ആദ്യം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് വേഗം പൈസ എടുക്കാൻ നോക്കും. അതല്ല എന്നാണെങ്കിൽ ഒരു പേഴ്സണൽ ലോൺ ട്രൈ ചെയ്യും. സപ്പോസ് ഇത് രണ്ടും അല്ല എന്നാണെങ്കിലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്താണോ അത് പൊട്ടിച്ച് അവിടെ വേഗം പൈസ എടുക്കാനായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെയല്ലേ? ഇതെല്ലാം ചെറിയ തരത്തിലൊരു മിസ്റ്റേക്സ് ആണ്. കാരണം പൈസ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വളരുകയും ചെയ്യും. അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ലോൺ വളരെയധികം കുറഞ്ഞ ഇൻട്രസ്റ്റും ആയിരിക്കും. ആ ട്രിക്ക് നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, മൈസെൽഫ് നിതിൻ നായർ. വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. എലോൺ മസ്ക് ട്വിറ്റർ മേടിച്ചത് $44 ബില്യൺ കൊടുത്തുകൊണ്ടാണ്. എലോൺ മസ്കിന്റെ തന്നെ ടോട്ടൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് $486 ബില്യൺ ആണ്. അതിൽ 75% നെറ്റ്വർത്ത് വരുന്നതോ പ്യൂർലി ടെസ്ലയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഈ ട്വിറ്ററിലെ ഡീൽ വന്ന സമയത്ത് എലോൺ മസ്ക് ചെയ്തൊരു സ്മാർട്ട് ട്രിക്ക് എന്ന് പറഞ്ഞാൽ നേരെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്കൊരു ലോൺ വേണം, അപ്പോൾ ഞാൻ കൊളാറ്ററലായിട്ട് എൻ്റെ ഓൾറെഡി ടെസ്ലയുടെ ഷെയർസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. സോ ഇവിടെ നടന്ന പ്രൊസീജിയർ ലോൺ എഗെയിൻസ്റ്റ് സെക്യൂരിറ്റീസ് ആണ്. അതായത് എൻ്റെ കയ്യിൽ ഒരു കൊളാറ്ററലായിട്ട് ഞാൻ പ്ലെഡ്ജ് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള ടെസ്ലയുടെ ഷെയർസ് ഞാൻ നേരെ കൊളാറ്ററലായി വെച്ചു. അത് പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് അവിടുന്ന് ലോൺ എടുത്തു. സോ അത്രത്തോളം വാല്യൂ ഉള്ള ഒരു സാധനം കൊടുത്തത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആണെങ്കിലും എന്താണെങ്കിലും വളരെയധികം കുറഞ്ഞ ഇൻട്രസ്റ്റിനായിരിക്കും ലോൺ കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, സപ്പോസ് എലോൺ മസ്ക് ആ ടെസ്ലയുടെ ഹോൾഡിംഗ്സ് സെല്ല് ചെയ്തിട്ടാണ് ഈ ഡീൽ നടത്തിയതെന്നാണെങ്കിൽ അവിടെ കിട്ടുന്ന ടാക്സിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരും. അതേപോലെ തന്നെ ഓണർഷിപ്പ് കുറഞ്ഞിട്ടുണ്ടാവും. സോ ഇവിടെ അവർ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും സെല്ല് ചെയ്തില്ല, അത് വെറും ഒരു കൊലാറ്ററലായി മാത്രം കാണിച്ചുകൊണ്ട് പ്ലെഡ്ജ് ചെയ്തിട്ട് അവിടുന്ന് ലോൺ എടുക്കുകയും ചെയ്തു. അവിടുത്തെ ഡീൽ നടത്താനും പറ്റി. സോ ഓണർഷിപ്പും പോയില്ല, ടാക്സും കൊടുക്കേണ്ടി വന്നില്ല, വളരെയധികം കുറഞ്ഞ ഇൻട്രസ്റ്റിന് ഇവർക്ക് ലോൺ കിട്ടുകയും ചെയ്തു. സോ ഈ ഒരു സിമ്പിൾ പ്രൊസീജിയറിലാണ് ഇത്രത്തോളം വലിയ ഡീൽ പോലും എലോൺ മസ്ക് സിമ്പിൾ ആയിട്ട് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് മേ ബി ഡൗട്ട് തോന്നിയേക്കാം, ഓക്കെ എലോൺ മസ്കിന് ഇത്രത്തോളം കോൺടാക്ട്സും ഹോൾഡിംഗ്സും എല്ലാം ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് ഈ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സിനെ കൊണ്ട് ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ടും വളരെയധികം സിമ്പിൾ ആയിട്ട് ഇത് പ്രൊസീഡ് ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി മ്യൂച്വൽ ഫണ്ട്സിന്റെ ഹോൾഡിംഗ് ആയിട്ട് ഒരു 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 5 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ആകെ മുന്നിലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഹോൾഡിംഗ് സെല്ല് ചെയ്തിട്ട് അവിടെ നിന്ന് എടുക്കുന്ന പൈസ എടുത്ത് നിങ്ങളുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. ഇങ്ങനെ നിങ്ങൾ സെല്ല് ചെയ്യുകയാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഇൻവെസ്റ്റ്മെന്റ് വളരാൻ പോകുന്നില്ല. അതേപോലെ തന്നെ കിട്ടുന്ന എമൗണ്ടിന് നിങ്ങൾ ടാക്സും കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആ സംഭവം സെല്ല് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട്സ് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഒരു കൊളാറ്ററായിട്ട് നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുടെ വാല്യൂ ഓൾറെഡി മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ഹോൾഡിംഗ്സിൽ. ഇത് നിങ്ങൾ പ്ലെഡ്ജ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം ഒരു ലോവർ ഇൻട്രസ്റ്റിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോൺ എടുക്കാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഇക്വിറ്റി ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ 50% വരെ വാല്യൂ കിട്ടുന്നതായിരിക്കും. അതായത് ഒരു 10 ലക്ഷം രൂപയുടെ ഹോൾഡിംഗ്സ് ഉണ്ട്, ഒരു ഇക്വിറ്റിയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെന്നാണെങ്കിൽ ഒരു 5 ലക്ഷം വരെ നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആണെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 ലക്ഷം വരെ ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു പ്രൊസീജിയറിലൂടെ തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. നിങ്ങൾ ഒന്നും കൂടി ചിന്തിച്ച് നോക്കിയാൽ മതി, നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തൊരു വാല്യൂവിനെ നമ്മൾ അവിടെ വെറുതെ കാണിച്ചുകൊണ്ട് പ്ലെഡ്ജ് ചെയ്ത് കുറഞ്ഞ ഇൻട്രസ്റ്റിന് ലോൺ കിട്ടുന്നു. നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നു, അതെല്ലാം കംപ്ലീറ്റ് ആയി എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റീപേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലോണും ഓൺ ദ സ്പോട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സപ്പോസ് നിങ്ങൾ ബാങ്കിന്റെ സൈഡിൽ നിന്ന് ഇതുപോലെ ലോൺ എടുക്കുകയാണെന്നാണെങ്കിൽ നിങ്ങൾ അവിടെ നിർബന്ധമായിട്ടും 1-2 കൊല്ലത്തിന് എഗ്രിമെന്റ് ചെയ്തേണ്ടി വരും. നിങ്ങൾ സപ്പോസ് ഫുൾ എമൗണ്ടിനെ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മേ ബി അവിടെ പെനാൽറ്റി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇവിടെ നമ്മൾ ഒരു തരത്തിലുള്ള സെല്ലിംഗ് ചെയ്യുന്നില്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കുന്നില്ല, ഒരു ടാക്സും കൊടുക്കേണ്ടി വരുന്നില്ല. നമ്മൾ പ്യൂർലി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ പ്ലെഡ്ജ് ചെയ്ത് ഒരു കുറഞ്ഞ ഇൻട്രസ്റ്റിന് ലോൺ എടുക്കുന്നു. നമ്മുടെ റിക്വയർമെന്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ലോൺ റീപേ ചെയ്യാൻ പറ്റുന്നതാണ്, അത് കംപ്ലീറ്റ്ലി ക്ലോസ് ആവുന്നതായിരിക്കും. സോ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് മേ ബി ഡൗട്ട് തോന്നിയേക്കാം, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എവിടെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള മാർക്കറ്റ് വിസ എന്ന പേജ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ നോർമലായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഹോൾഡിംഗ്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് ലോൺ എഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സിനെ അവിടെ അത്യാവശ്യം പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് ലോൺ എടുക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം കുറഞ്ഞ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ലോൺ എമൗണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ റിക്വയർമെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീപേ ചെയ്യാനും എല്ലാം ക്ലോസ് ചെയ്യാനും വളരെയധികം ഈസി ആയിരിക്കും. നമ്മുടെ കോൺടാക്ട് നമ്പർ, അതായത് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള വാട്സ്ആപ്പ് കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ എക്സിക്യൂട്ടീവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.